ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ MLA മാനസി തപ്പൻ സാറെ, പരാജപതിയുടെ വികാരി ജനറൽ monsignor ജോസഫ് കണിയൊടിക്കൽ, അഡാപ്റ്റ് ഡയറക്ടർ രംഗനായ കുരുന്നൂരിൽ ജെയിംസ് അച്ച, ബഹുമാനായ NM സെബാസ്റ്റ്യൻ സാറ്, രാജീവ്, ബഹുമാനപ്പെട്ട ശ്രീമതി വിമല ജിമ്മി, പ്രിയപ്പെട്ട ചേട്ട ജോയി കെ മാത്യു, പേരിലും സദസ്യരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രകാംക്ഷികളായിട്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇവിടെ ജെയിംസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ രൂപതയുടെ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നതും വലിയൊരു ആത്മീയ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതും ഈ അഡാപ്റ്റാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ധാരാളം വൈദികർ ആദ്യകാലം മുതൽ പ്രവർത്തിച്ചിരുന്നു. സ്മരണാർഹനായ വയലിൽ പിതാവിൻ്റെ കൂട്ടത്തിലും പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവിൻ്റെ കൂട്ടത്തിലും എല്ലാം പ്രവർത്തിച്ച വൈദികരും സഹോദരങ്ങളും സമർപ്പിതരും ഒക്കെ നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. 1984 ആരംഭിച്ച ഈ വലിയ സ്ഥാപനം ഇന്ന് അതിൻ്റെ റൂബി ജൂബിലി വർഷത്തിൽ 40 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു വർഷത്തിൽ പറഞ്ഞാൽ നമുക്ക് വലിയ അഭിമാനമാണുള്ളത്. കേരളത്തിൽ അന്ന് മറ്റൊരിടത്തും ഇതുപോലുള്ള ഒരു ചികിത്സാ കേന്ദ്രമില്ലായിരുന്നു. ഈ രൂപത നിലവിൽ വന്നപ്പോൾ വയലിൽ പിതാവ് അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഈ അഡാപ്റ്റിന്റെ സ്ഥാപനം തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇതിനൊക്കെ സാമാന്യഗതിയിൽ നമുക്ക് കണ്ടെത്താനും അതിൻ്റെ ആവശ്യകത തിരിച്ചറിയാനും ഒക്കെ പ്രയാസമുള്ള മേഖലകളാണ്. അത് ജപാലിന്റെ മേഖലയിൽ ഇതിനെല്ലാമുള്ള പ്രസക്തി സമഗ്രമായ രീതിയിൽ കണ്ട് കൂട്ടിച്ചേർത്ത് രൂപത തന്നെയും അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് വരുമ്പോൾ 40 വർഷങ്ങൾ പൂർത്തിയാക്കിയ ഈ സ്ഥാപനത്തിന് രൂപതയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1995 മുതൽ കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ സൗജന്യ ചികിത്സയാണ് വാസ്തവത്തിൽ അഡാപ്റ്റ് നൽകി വരുന്നത്. 20ഓളം ആളുകളെ ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. പാർശ്വഫലങ്ങൾ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള മരുന്നും സംവിധാനങ്ങളും കൗൺസിലിങ്ങും എല്ലാം നടത്താനുള്ള സൗകര്യമുള്ളൊരു സ്ഥാപനമാണിത്. മദ്യം അതിന് അടിമകളായിട്ട് മാറുമ്പോൾ മരുന്നും കൗൺസിലിങ്ങും നമുക്ക് ആവശ്യമാണ്. വെറുതെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മാത്രം തീർക്കാവുന്ന ഒരു കാര്യമല്ല അത്. ആസക്തികളുടെ പ്രതിരോധം എന്ന് പറയുന്നത് കടുപ്പമുള്ള കാര്യമാണ്. ഏത് ആസക്തിയാണെങ്കിലും ഏത് ലഹരിയാണെങ്കിലും ഇന്ന് എവിടെ നോക്കിയാലും ലഹരിയാണ്. ഏത് പ്രസ്ഥാനമാണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ നമ്മളത് സെക്കുലറൈസ്ഡ് ആയിട്ട് കാണുകയും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് ഒരു തരം ആ ലഹരി എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥനാഗാനം ആലപിച്ച ആ സുന്ദരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഇതെല്ലാം കേട്ടതാണ്. വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്, സമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്, രൂപതയ്ക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് നമ്മളുടെ വ്യക്തികളെ മാറ്റി നിർത്തുന്നതിനും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നതിനുമൊക്കെ. മദ്യം മരുന്നാണ്
ഔഷധമാണ്, ഉന്മേഷം നൽകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ ഇതിൽ കൊണ്ടുപോയി പെടുത്തുകയാണ്. ഇതിൽ പെട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് വിഷമാണ്, അതിൽ നിന്ന് തനിച്ച് രക്ഷപ്പെടാനായിട്ട് സാധ്യമല്ല എന്ന്. മദ്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആസക്തിയാണ്. അത് സാമൂഹിക ദ്രോഹികളെ സൃഷ്ടിക്കും, കുടുംബകലഹങ്ങൾ ഉണ്ടാക്കും. അവസാനം സുഭാഷിതം 23:32 പറയുന്നത് പോലെ അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. ആ കടിയും ആ കൊത്തും ഏൽക്കുന്നവര് നമുക്കുള്ളിലും നമുക്ക് ചുറ്റും എല്ലാം ധാരാളമുണ്ട്. പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് മദ്യം, മയക്കുമരുന്ന് എന്നുള്ളത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന തിരുവചനമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഓരോ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 13:13 സുഖലോലുപതിയിലോ മദ്യലഹരിയിലോ അഭീത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. മദ്യത്തിന്റെ കാര്യം അദ്ദേഹം എടുത്ത് പറഞ്ഞ് റോമാക്കാരെ അദ്ദേഹം ഉപദേശിക്കുകയാണ്. ആ ഉപദേശം നമുക്കും ഇന്ന് ഇത്രയും നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രസക്തമായ രീതിയിൽ നമ്മൾ കാണുകയാണ്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ മദ്യനയം, അതിനോട് ജനങ്ങൾ പ്രതികരിക്കുന്ന വിധങ്ങളൊക്കെ എല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ മാംദാന പ്രക്കാൻ പോകുന്ന അവസരത്തിൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ്, ഒരാൺകുട്ടി, മദ്യപിക്കുകയില്ലാത്ത ഒരാൺകുട്ടി എന്നാണ്. വീഞ്ഞു കുടിക്കലാത്ത, മദ്യപിക്കുകയില്ലാത്ത ഒരാൺകുട്ടി പിറക്കാൻ പോകുന്നു എന്നതായിരുന്നു വലിയ സന്തോഷ വാർത്തയായിട്ട്, ഈശോ പിറക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വഴിയൊരുക്കാനായിട്ടെല്ലാം വേദപുസ്തകവും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. ഇന്ന് അഴിമതിയും ധൂർത്തും കോഴയും വെട്ടിപ്പും പക്ഷപാതപരമായ സമീപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം മേഖലകളിലും കാണുന്നുണ്ട്. വലിയ തിന്മയിലേക്ക് കേരളം താഴ്ന്ന് വീണ് പോകുന്നുണ്ട്. ഗാന്ധിജി പറഞ്ഞ കാര്യം ഞാൻ ഇതിനു മുമ്പും ഇവിടെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിയമിക്കപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മദ്യഷാപ്പുകളും അടച്ചുപൂട്ടുക, എല്ലാ പനമരങ്ങളും നശിപ്പിക്കുക എന്നതായിരിക്കും. എത്ര വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗാന്ധിജി ഈ രാജ്യത്തെ, ഇവിടുത്തെ ജനങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ സർവശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കേണ്ട കാര്യമായിട്ട് മദ്യത്തെയും മയക്കുമരുന്നിനെയും എല്ലാം ആ വലിയ രാവ് നമ്മെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നാഗരികത ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലല്ല, അവ സ്വമനസ്സാലെ കരുതിക്കൂട്ടി പരിമിതമാക്കുന്നതിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്ന ഒരു കാര്യം അതാണ്. ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുക എല്ലാ മേഖലകളിലും, നമ്മുടെ ഭക്ഷണ ക്രമത്തിലാണെങ്കിലും ജീവിത സൗകര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും ആവശ്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരു ലഹരി ഇന്ന് വളരെയേറെ കൂടി വരികയാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുക. അങ്ങനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന
ആത്മീയതയുള്ള ഒരു നാഗരികത സൃഷ്ടിക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം, ഒരു സാധാരണത്വം, ഒരു ഓർഡിനറിനെസ് കാണിക്കാനായിട്ട് പഠിക്കണം. അത് നമ്മുടെ വാക്കുകളിലും വസ്ത്രങ്ങളിലും സമീപനങ്ങളിലും ഇടപെടലുകളിലും എല്ലാം സാധാരണത്വം നഷ്ടപ്പെടുന്ന ഒരു ശൈലി ഇന്ന് വളർന്നു വരുന്നുണ്ട്. അത് നമുക്ക് തിരുത്തുമ്പോൾ മാത്രമാണ് നമുക്കൊരു നല്ല നാഗരികതയ്ക്ക് ജന്മം കൊടുക്കുന്ന പ്രക്രിയയിൽ നമ്മൾ പങ്കുവരാകുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ സ്ഥാപനം ഇതൊരു കുന്നിന്റെ മുകള് പോലെയാണ്, ജീവന്മല പോലെയാണ്, പീഠത്തിന്മേൽ പണിതു വെച്ച ഒരു വിളക്ക് പോലെയാണ് ഈ അഡാപ്റ്റർ. ഇവിടെ ജെയിംസ് ജൻ പറഞ്ഞല്ലോ, ഇത് മനുഷ്യനെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. അവിടെ ജാതി, വർണ്ണ, വർഗ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തില് നഷ്ടപ്പെട്ട മൂല്യങ്ങള് തിരിച്ചു കൊടുക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. 14,000-ത്തിലധികം ആളുകളെ ഇവിടെ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞു. വിലപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ട്രഡീഷൻ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത നിർണായകമായ ഒരു കൾച്ചർ ഇവിടെ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആംബിയന്റ് തന്നെ സാധാരണക്കാർക്ക് സ്വീകാര്യമാണ്. ഈ കെട്ടിടം, ഇതിന്റെ സമീപ പ്രദേശങ്ങള്, ഈ മൊത്തം ഈ കുന്ന്, അല്ലെങ്കിൽ ഇവിടെയുള്ള ശുശ്രൂഷകര് എല്ലാം നമുക്ക് പ്രയാസം കൂടാതെ കയറി വരാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇതെന്നും പീഠത്തിന്മേലാണ്. ഇതിനെ ഇറക്കി താഴെ മറിച്ചിടാൻ ആർക്കും പറ്റില്ല. ഇതൊരു സൈൻ ബോർഡാണ്, ഒരു ദിശ ചൂണ്ടിക്കാണിക്കുന്ന സൈൻ ബോർഡായിട്ട് അഡാപ്റ്റ് വളർന്ന് വലുതായി. കുടുംബജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരന് ലഹരിയിലേക്ക് വീണാല് 15 മുതൽ 20 വരെ ആളുകളെ അത് ബാധിക്കുമെന്നാണ് സൈക്യാട്രിസ്റ്റൊക്കെ പറയുന്നത്. ട്രെയിനുകൾക്ക്, തീവണ്ടികൾക്ക് സ്റ്റോപ്പ് കൂട്ടണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അധികാരികൾ പറയാറുണ്ട്, ഓരോ സ്റ്റോപ്പിനും 40ഓളം മിനിറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ടു. നിർത്തേണ്ടതിന് മുമ്പ് തന്നെ വണ്ടി സ്ലോ ഡൗൺ ചെയ്യണം. വണ്ടി നിർത്തുന്നു, 3-4 മിനിറ്റ്സ് എങ്കിലും പൂർണ്ണമായിട്ട് നിർത്തുന്നു, ആളുകൾ കയറുന്നു, പിന്നെ വലിയ സ്പീഡിലേക്ക് വരാൻ വേണ്ടി എടുക്കുന്ന സമയം, അങ്ങനെ 40ഓളം മിനിറ്റ്സ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് തീവണ്ടിയുടെയും അല്ലെങ്കിൽ വലിയ ഇന്റർസിറ്റി ബസ്സുകളുടെയും ഒക്കെ സ്റ്റോപ്പുകൾ കൂട്ടാൻ പ്രയാസമാണെന്ന് അതിന്റെ അധികാരികൾ പറയുന്നത്. ഒരാള് മദ്യപാനിയാകുമ്പോൾ 20ഓളം ആളുകളാണ് വിഷമിക്കുന്നത്. ആ വീട്ടിൽ വല്യമ്മയുണ്ടാകാം, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങള്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു രക്ഷാകരമായ ശുശ്രൂഷയാണ് നമ്മൾ ഇതിലൂടെ നടത്തിയത്. 14,000 ആളുകളെ നമ്മൾ ചികിത്സിച്ച് ദിശാബോധത്തിലേക്ക്, മൂല്യാധിഷ്ഠിതമായ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്ന് പറയുമ്പോൾ 14,000 ഗുണം 20 കൂട്ടുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ആളുകൾക്ക് ഇത് വലിയൊരു ശരണാലയമായിട്ട്, ഒരു ആശ്വാസമായിട്ട്, വലിയൊരു ആശ്വാസം നൽകുന്നൊരു സ്ഥലമാണ്. ഇവിടെ രോഗികളെ കേൾക്കാന്, ശ്രദ്ധിക്കാന്, അത്യാവശ്യമുള്ള മരുന്ന് കൊടുക്കാന്, ആത്മീയ പ്രധാനമായ കാര്യങ്ങൾ എല്ലാം പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. ഇവിടെ പ്രാർത്ഥനയും പാട്ടും ഇവിടെ വലിയൊരു ആഘോഷമാണ്, ഒരു സെലിബ്രേഷനാണ്. ഇതിന്റെ ഇൻമേറ്റ്സിന്റെ കലാപരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വിസ്മയം തോന്നും. സന്തോഷത്തിന്റെ ഭവനമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അടിസ്ഥാനപരമായി നോട്ടീസിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണല്ലോ, അൽ അനോൺ അൽ അജീൻ. അതാണ് ഇതിന്റെ കുടുംബ പശ്ചാത്തലം. മദ്യത്തിന് അടിമയായിട്ട് അതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിച്ച് ചികിത്സയിലെടുത്ത് അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് അൽ അനോൺ. അവരുടെ കുടുംബാംഗങ്ങളുടെ സഹധർമ്മിണിയുടെ കൂട്ടായ്മയാണ്. അലജീൻ മക്കളും അല്ലെങ്കിൽ ആ വിശാല കുടുംബത്തിന്റെ കുടിവരവാണ്. അങ്ങനെ 3 സ്ഥാനങ്ങളിലൂടെ നമ്മളിത് കാണുമ്പോൾ ഇത് വലിയ കൂട്ടായ്മയുടെ
ഒരു ഭവനമായിട്ട് മാറുകയാണ്. ഈ കൂട്ടായ്മയുടെ അന്തരീക്ഷമാണ് നമ്മൾ അഡാപ്റ്റ് ക്ലബ്ബുകളായിട്ട് ഒക്കെ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സ്ഥാപിച്ചത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് രൂപതയുടെ പരിപാലനപരമായ ശുശ്രൂഷയിൽ ഇതിനെ വളരെ മുൻപിൽ കണ്ട് മനസ്സിലാക്കുവാനും ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കാനുള്ള ഒരവസരം കൂടിയാണ് നമ്മുടെ ഈ റൂബി ജൂബിലി എന്ന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ഗംഭീരമായ സദസ്സാണ്. ധാരാളം പേര് ഈ നാടും കുറ്റവും എല്ലാം നിറഞ്ഞ് ഇതിൽ പങ്കെടുക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യ കാപ്പൻ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് കാര്യത്തിൽ എപ്പോഴും ഓടി വന്ന് ഇങ്ങോട്ട് ചോദിച്ച് ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി സഹകരിക്കുന്ന ആളാണ്. ഇവിടെ പറഞ്ഞത് എപ്പോഴും ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ബഹുമാനപ്പെട്ട മാണിച്ചിനെ സമീപിക്കാം. പെട്ടെന്ന് ഉത്തരം നൽകും, പെട്ടെന്ന് പരിഹാരമുണ്ട്. അത് വലിയൊരു അന്തരീക്ഷം, ഒരു സ്നേഹ കൂട്ടായ്മ നമ്മളുടെ ഈ ദേശത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടും ഓർക്കട്ടെ. ാണ് ഈ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്കോൾ സ്ഥാനത്ത് നിൽക്കുന്ന MD ആണ്. രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞതുപോലെ ഏത് കാര്യമുണ്ടെങ്കിലും അച്ഛനോട് നമുക്ക് സംസാരിക്കാം. അച്ഛനതിൽ ഇടപെടും, അന്വേഷിക്കും, രാവും പകലും ജോലി ചെയ്ത് രൂപതയെ ഇവിടുത്തെ വിശ്വാസികളെ നാനാജാതി മതസ്ഥരെ വളർത്തുന്ന ആളാണ്. കുന്നൂരിലെ ചിനാറൻകുടി സ്ഥാപനത്തിൻ്റെ റണ്ണിങ് അച്ഛൻ്റെ കരങ്ങളിലാണ്. ഇത് പൂർണ്ണമായിട്ടും അച്ഛൻ വിദ്യാസമ്പന്നനാണ്, കോളേജ് ബിരുദധാരിയാണ്. ഈ മേഖലയോട് ബന്ധപ്പെട്ട പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം നടത്തിയ ആളാണ്, കലാകാരനാണ്. ഒത്തിരി ഗുണങ്ങൾ അച്ഛനിലുണ്ട്. വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ്. ഒരു ധ്യാനയുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും അച്ഛനെ കാണാനും വിളിക്കാനും, അച്ഛൻ നമ്മുടെ അടുത്ത് വരുമ്പോഴാണെങ്കിലും നമ്മുടെ തിരക്കാണെന്ന് കണ്ടാൽ 1-2 നിമിഷം കൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛന് അവസാനിപ്പിക്കും. അച്ഛന് ഇതിനെക്കുറിച്ച് വലിയ ചിന്തകളുണ്ട്. ഈ സ്ഥാപനം വളർത്താൻ, വലുതാക്കാൻ, ഇതൊരു ഈ ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛന്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷ അച്ഛൻ്റെ ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, ഡോക്ടർ പ്രശാന്തി, അതുപോലെ മറ്റ് ആളുകൾ, നമ്മുടെ എല്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മല ഇമ്മി തുടങ്ങിയ ആളുകളെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നോട് സുഭാഷിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വാക്ക് സാറിനെ കുറിച്ചുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ റൂബി ജൂബിലിയാണ് എന്ന് അച്ഛന് കൗതുകപൂർവ്വം ഇവിടെ നമ്മളോട് പറയുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തു. ദേവസ്വത്തിൽ ഞാനും ഒന്നിച്ചു പഠിച്ചവരാണ്. സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. അന്ന് അദ്ദേഹം സ്കൂൾ ലീഡറായിരുന്നു. നല്ല പ്രസംഗം, ഓട്ടം ചാട്ടം, ആവശ്യം വന്നാൽ വഴക്കുള്ളിടത്ത് സമാധാനം, അതൊക്കെ കാണാനും മനസ്സിലാക്കാനും എല്ലാവരെയും മൊബിലൈസ് ചെയ്യാനുള്ള സാധാരണമായ കഴിവ് അദ്ദേഹത്തിന് അന്നുമുണ്ടായിരുന്നു. വിദ്യാസമ്പന്നനാണ്. മറ്റു ജോലിക്കൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പോകാമായിരുന്നു. ജോലി കൊടുക്കാനും ജോലി കിട്ടാനുമുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ ഒരു അൽമായ അപ്പോസ്റ്റലേറ്റ് അദ്ദേഹം ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായ കാര്യം. ലേ അപ്പോസ്റ്റലേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വാറ്റിക്കൻ കൗൺസിൽ പ്രോത്സാഹിപ്പിച്ച ഒരു വൊക്കാബുലറിയും ഒരു ദിശാബോധവുമാണ്. ഇതുമാത്രം പ്രയാസമാണ് ഇങ്ങനെയുള്ള ആളുകളോട് എന്നും വന്ന് സംസാരിക്കുക, അവരെ കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലായിരിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തെ മാറ്റി 10-20ഓളം ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതി, ലേഖനങ്ങൾ എഴുതി. പല സ്ഥലങ്ങളിലും, ഡൽഹിയിലും ബോംബെയിലും എല്ലാം അദ്ദേഹം നമ്മുടെ രൂപതയെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാനും ഇടപെടാനുമെല്ലാം പോയിട്ടുള്ള ആളാണ്. ജീവിതം മുഴുവനും ഇതിനു വേണ്ടി സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു സമർപ്പിതനാണ് തീർച്ചയായിട്ടും സുഭാഷ് സാർ. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ നമ്മൾ രൂപതയുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അയൽപക്കക്കാർ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ഒന്നിച്ച് പഠിക്കാനായിട്ട് ഇടയായത്. തീർച്ചയായിട്ടും വലിയ സമർപ്പിത സ്വഭാവത്തോടു കൂടിയ ഈ ശുശ്രൂഷയെ
ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ സംസ്കരിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഡാക്ടറിൻ്റെ ഡയറക്ടറായ കൊടുങ്ങോലിൽ ജെയിംസിനെ നമ്മളെ ഉടനെ നമ്മൾ കാത്തിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ MLA നമ്മളോട് സംസാരിച്ച് ഈ വലിയ സമ്മേളനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു.